വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്നത് മോദി സർക്കാരിന്റെയും അതിനെ നിയന്ത്രിക്കുന്ന RSSന്റെയും പ്രഖ്യാപിത അജണ്ടയാണ്. വരും തലമുറയെ വർഗീയതയിൽ തളച്ചിടാൻ ഇത് ആവശ്യമാണെന്ന് അവർക്കറിയാം. എന്നാൽ നവോത്ഥാന മൂല്യങ്ങൾ ആഴത്തിൽ വേരൂന്നിയ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയെ അവരുദ്ദേശിച്ച വേഗത്തിൽ വർഗീയവൽക്കരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന LDF സർക്കാരാണ്. അതിനാൽ ആ സർക്കാരിനെ അസ്ഥിരീകരിച്ച് ലക്ഷ്യം നേടുക എന്ന തന്ത്രമാണ് RSSും മോദി സർക്കാരും പയറ്റുന്നത്. അതിനായി അവർ കേരളത്തിലെ കരുവാക്കുന്നത് ഗവർണറെയാണ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി മുഖ്യ പ്രസംഗത്തിൽ ശരിയായി വിലയിരുത്തിയതും പോലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ആധിപത്യം ഉറപ്പിക്കാനായി ഗവർണർ പദവിയെയും ദുരുപയോഗം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഗവർണർ നടത്തുന്ന നീക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു മാസമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ലക്ഷക്കണക്കിന് ജനങ്ങളോടാണ് ദിവസവും സംവദിക്കുന്നത്. നവകേരള സദസ്സ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത പ്രതിപക്ഷത്തെ ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. തുടർഭരണം നേടിയ LDF സർക്കാരിനുള്ള ജനപിന്തുണ വർദ്ധിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമാകുന്നത്. മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന സംശയം UDFനെയും BJPയെയും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ എങ്ങനെയും പിണറായി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും താഴെ ഇറക്കാനുമുള്ള കുതന്ത്രങ്ങളാണ് കോൺഗ്രസ് BJP ഉപശാലകളിൽ നടക്കുന്നത്. പരസ്പരം കൈകോർത്ത് കേരളത്തിൽ ഇടതുപക്ഷത്തെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. ആ വഴിക്കുള്ള പരസ്യമായ നീക്കങ്ങളാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചതും. ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കാലിക്കറ്റ് കേരള സർവകലാശാല സെനറ്റുകളിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറുകാരെ തിരികെ കയറ്റിയത്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ഗവർണർ സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാറാണ് പതിവ്. എന്നാൽ ഇക്കുറി VCമാരോട് പട്ടിക ആവശ്യപ്പെട്ടു. എന്നാൽ ആ പട്ടികയിലും ഉൾപ്പെടാത്ത സംഘപരിവാറുകാരെ തെരഞ്ഞുപിടിച്ച് നാമനിർദ്ദേശം ചെയ്യുകയാണ് ഗവർണർ ചെയ്തത്. കാലിക്കറ്റിൽ 9 സംഘപരിവാറുകാരെയും 6 കോൺഗ്രസുകാരെയും 3 മുസ്ലിം ലീഗുകാരെയും ഉൾപ്പെടുത്തി. കേരളത്തിൽ 17 പേരിൽ 15ഉം സംഘപരിവാറുകാരാണ്. BJP RSS നേതൃത്വം നൽകിയ പട്ടികയിൽ നിന്ന് ഒരു യോഗ്യതയും ഇല്ലാത്തവരെ സെനറ്റിലേക്ക് തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രമിച്ചത്. VCയോ സർക്കാരോ നൽകാത്ത പേരുകൾ എങ്ങനെ ഗവർണർക്ക് കിട്ടി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ഉയർത്തുന്ന ചോദ്യവും ഇത് തന്നെയാണ്. അതിന് ഉത്തരം നൽകാൻ ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പിലൂടെ ഒരംഗത്തെ പോലും സെനറ്റിൽ എത്തിക്കാൻ കഴിയാത്ത BJP ഗവർണർ എന്ന ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത് വളഞ്ഞ വഴിയിലൂടെ സംഘപരിവാറുകാരെ എത്തിച്ചതാണ് വിദ്യാർത്ഥികൾക്ക് സമരത്തിലേക്ക് തള്ളിവിട്ടത്. സമീപകാലത്ത് ഒന്നും കണ്ടിട്ടില്ലാത്ത ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് SFI നേതൃത്വം നൽകിയത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ചാൻസലർക്കെതിരെ വിദ്യാർത്ഥികളുടെ രോഷ പ്രകടനമാണ് കാലിക്കറ്റിലും കേരളത്തിലെ ക്യാമ്പസുകളിലും കണ്ടത്. കേവലം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക മാത്രമല്ല ഗവർണർ ലക്ഷ്യമാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ ഉയർച്ചയ്ക്ക് തടയിട്ട് വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കുക എന്നതുകൂടി ഗവർണറുടെ ലക്ഷ്യമാണ്. അതോടൊപ്പം LDF സർക്കാരിനെ അസ്ഥിരമാക്കുകയും സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ച സൃഷ്ടിച്ച് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമോ എന്ന ഗൂഢശ്രമമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഗവർണർ നടത്തിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചതു മുതൽ തുടങ്ങുന്നു ആ പ്രകോപനപരമായ നീക്കങ്ങൾ. വിദ്യാർത്ഥികളെ ഗുണ്ടകൾ, ക്രിമിനലുകൾ, കൊലപാതകൾ എന്നെല്ലാം വിളിച്ച് ആക്ഷേപിച്ചതും അവരെ അയച്ചത് മുഖ്യമന്ത്രിയാണെന്ന ആരോപണം ഉന്നയിച്ചതും ഇതിന്റെ ഭാഗമായാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെയും കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും നാടായ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് ആക്ഷേപിച്ചതും പ്രകോപനം സൃഷ്ടിക്കുന്നതായിരുന്നു. രാഷ്ട്രീയ കേരളം സമചിത്തതയോടെ ഗവർണറുടെ ഈ ജൽപ്പനങ്ങളെ തള്ളിക്കളയുന്നതാണ് കണ്ടത്. ഗവർണറുടെ നീക്കങ്ങൾ ഭരിക്കാതായപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി നടന്നു. നഗ്നമായ പ്രോട്ടോകോൾ ലംഘനമാണ് ഗവർണർ കാണിച്ചത്. ഇത് ബോധപൂർവമായിരുന്നു. ആരെങ്കിലും ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അത് SFIക്കാരുടെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ പരിചാർത്തി ക്രമസമാധാനം തകർക്കുന്നുവെന്ന് വിളിച്ചു കൂവുകയായിരുന്നു ലക്ഷ്യം. തലേ ദിവസം രാത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ സംസ്ഥാനത്ത് ഭരണഘടനാ തകർച്ചയോട് അടുക്കുകയാണെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ചാൻസലർക്കെതിരെ SFI വിദ്യാർത്ഥികൾ ബാനർ ഉയർത്തിയതാണ് ഭരണഘടനാ തകർച്ചയിലേക്ക് നയിക്കുന്നതെന്ന് ഒരു ഗവർണർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം എത്രയുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും.
വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ നേട്ടം തടയാനായി വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ RSS BJP തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഗവർണർക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പരസ്യമായ പിന്തുണ നൽകുന്നത്. സെനറ്റിൽ യോഗ്യതയില്ലാത്ത സംഘപരിവാറുകാരെ നിർദ്ദേശിച്ച ഗവർണറുടെ നടപടിയെ വിമർശിക്കാനോ കാവ്യവൽക്കരണ ശ്രമത്തെ എതിർക്കാനോ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പറഞ്ഞത് സർവകലാശാലകളിൽ ഗവർണർ ഇടപെടുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു. സംഘപരിവാറുകാരെ തിരികെ കയറ്റിയതിൽ ഒരു കുറ്റവും KPCC പ്രസിഡന്റ് സുധാകരനും കണ്ടില്ല. ഗവർണർ സംഘപരിവാറുകാരെ നിയമിച്ചാൽ എന്താ കുഴപ്പമെന്നാണ് സുധാകരൻ ചോദിച്ചത്. RSS ശാഖയ്ക്ക് സുരക്ഷ ഒരുക്കുന്ന കോൺഗ്രസുകാരെ ഏർപ്പെടുത്തിയ എപ്പോൾ വേണമെങ്കിലും BJPയിൽ പോകുമെന്ന് പറയുന്ന ആളാണല്ലോ സുധാകരൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഗവർണറുടെ കാവ്യവൽക്കരണ നടപടിയിൽ എതിർക്കപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.